ഹലോ എക്സാമിനർ ഫാമിലി. അപ്പോൾ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഷമീം സാർ വന്നിട്ടുള്ളത്. ഗ്രേസ് മാർക്കിന് വെയിറ്റ് ചെയ്യുന്ന മക്കൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യുക, ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യാം. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഗ്രേസ് മാർക്ക് ആർക്കെല്ലാം കിട്ടും, അതുപോലെ എത്ര മാർക്കാണ് കിട്ടുക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരണം അല്ലേ. സ്റ്റേറ്റിൽ പങ്കെടുത്തുള്ള ആർട്സ് ആയാലും സ്പോർട്സ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ പങ്കെടുത്ത മക്കൾക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് വേണം അല്ലേ. തീർച്ചയായിട്ടും വേണം. അവർ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് എന്ത് ചെയ്തത് ഈ ഒരു ലെവലിലേക്ക് ഉയരാൻ കഴിഞ്ഞുള്ളത്. അപ്പോൾ ഗ്രേസ് മാർക്ക് പറ്റേ ഒഴിവാക്കുന്നതിനോട് എനിക്കും എന്തില്ല, പേഴ്സണലി യോജിപ്പില്ല. പക്ഷേ നമുക്ക് അക്കാദമിക്കലി എന്താ പറയുക, നല്ല പഠന നിലവാരം മുന്നോട്ട് വെക്കുന്ന കുട്ടികൾക്ക് ഇതൊരു ബുദ്ധിമുട്ടാവരുത്, അല്ലെങ്കിൽ ഒരു തടസ്സമായി മാറുകയും ചെയ്യരുത്. ഗ്രേസ് മാർക്ക് കിട്ടുന്ന പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ മുന്നോട്ട് കയറി പോകുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ഫുൾ മാർക്ക് വാങ്ങിയ കുട്ടികൾ പിന്തള്ളപ്പെടുന്ന ഒരു അവസ്ഥയും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഗവൺമെൻറ് നല്ല ഉചിതമായിട്ടുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഗ്രേസ് മാർക്കിൻ്റെ കാര്യത്തിൽ എത്രത്തോളം മാർക്കാണ് ഓരോരുത്തർക്കും കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ആദ്യം നമുക്ക് കേരള സ്കൂൾ കലോത്സവത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കേരള സ്കൂൾ കലോത്സവം, കേരള സ്കൂൾ ശാസ്ത്രോത്സവം. ഓക്കെ, ഈ രണ്ട് ഇനങ്ങളിലായിട്ട് ഗ്രേസ് മാർക്ക് ലഭിക്കുന്ന മക്കളെ, യെസ്, ഗ്രേസ് മാർക്ക് എ ഗ്രേഡ് ലഭിച്ചുള്ള മക്കളാണെങ്കിൽ 20 മാർക്കും, ബി ഗ്രേഡ് ആണ് ലഭിച്ചതെങ്കിൽ 15 മാർക്കും, സി ഗ്രേഡ് ആണെങ്കിൽ 10 മാർക്കും ആയിരിക്കും കേരള സ്കൂൾ കലോത്സവത്തിലും ശാസ്ത്രോത്സവത്തിലുമായി പങ്കെടുത്തുള്ള മക്കൾക്ക് കിട്ടുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ജൂനിയർ റെഡ് ക്രോസ് അല്ലേ, നമ്മുടെ JRC 10 മാർക്കാണ് JRC കിട്ടുന്നത്. അതുപോലെ സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് പ്രൊജക്റ്റ്, അതുമായി ബന്ധപ്പെട്ട് 20 മാർക്കായിരിക്കും ഗ്രേസ് മാർക്കായിട്ട് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഹാപ്പിയാണ്, 20 മാർക്കാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, പിന്നെ NSSന് റിപ്പബ്ലിക് ഡേ ക്യാമ്പിൽ പങ്കെടുത്ത മക്കളാണെങ്കിൽ 40 മാർക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, റിപ്പബ്ലിക് ഡേ ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് 40 മാർക്കും, ദേശീയ തലത്തിൽ ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുള്ള വളണ്ടിയേഴ്സ് ആണെങ്കിൽ 25 മാർക്കും, സർട്ടിഫിക്കറ്റ് ഉള്ളവരാണെങ്കിൽ 20 മാർക്കും. ഓക്കെ, ഇങ്ങനെയാണ് NSSൻ്റെ ഒരു ഗ്രേസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അടുത്ത് നോക്കുകയാണെങ്കിൽ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് അല്ലേ. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൽ ഹയർ സെക്കൻഡറി വിഭാഗം ആദ്യം നോക്കാം. 80% ഹാജർ ഉൾപ്പെടെയുള്ള പങ്കാളിത്തം ഉണ്ടെങ്കിൽ 25 മാർക്കും, രാജ്യ പുരസ്കാർ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ ഷീൽഡ് ലഭിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ 40 മാർക്കും, രാഷ്ട്രപതി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അവാർഡ് ജേതാക്കളാണെങ്കിൽ 50 മാർക്കും ആയിരിക്കും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാർക്ക് കിട്ടുക. ഓക്കെ, അതുപോലെ തന്നെ ഹൈസ്കൂൾ വിഭാഗത്തിലും ഈ 3 കാറ്റഗറിയിൽ നമുക്ക് 18 മാർക്കെന്നും 20 മാർക്കെന്നും 25 മാർക്കെന്നുമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൽ പങ്കെടുത്തിട്ടുള്ള എന്താ പറയുക, അതിലെ വളണ്ടിയേഴ്സിനും അത്യാവശ്യം നല്ല ഗ്രേസ് മാർക്ക് തന്നെ ഇത്തവണയും ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം നമുക്ക്. യെസ്, ലിറ്റിൽ കൈറ്റ്സിന് 15 മാർക്കായിരിക്കും ഗ്രേസ് മാർക്ക് കിട്ടുക. സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുള്ള മക്കൾ എ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ 25 മാർക്കും, ബി ഗ്രേഡ് ആണെങ്കിൽ 20ഉം, സി ഗ്രേഡ് ആണെങ്കിൽ 15 മാർക്കുമാണ് സ്പെഷ്യൽ സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഗ്രേസ് മാർക്കിന് അർഹത ഉണ്ടാവുക. ഓക്കെ, അടുത്തത് സ്പോർട്സ്. ഏറ്റവും കൂടുതൽ ഗ്രേസ് മാർക്കിന് അർഹരാവുക, അത് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. സ്പോർട്സ് മേഖലയിൽ എന്താ പറയുക, പങ്കാളിത്തമുള്ള കുട്ടികൾ അല്ലെങ്കിൽ എ ഗ്രേഡ് നേടിയിട്ടുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ള കുട്ടികൾക്കൊക്കെ നല്ലവണ്ണം വാരിക്കോരി തന്നെ എന്ത് ചെയ്യാറുണ്ട്, ഗ്രേസ് മാർക്ക് കൊടുക്കാറുണ്ട്. അതിൽ തവണയും വലിയ മാറ്റമൊന്നുമില്ല. യെസ്, സ്പോർട്സ് അന്തർദേശീയം ഇന്റർനാഷണൽ ലെവലിൽ 1ാം സ്ഥാനമൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 100 മാർക്ക് അവന് കൊടുക്കണം അല്ലേ. തീർച്ചയായിട്ടും കൊടുക്കണം, അവൻ്റെ കഴിവിനെ നമ്മൾ അംഗീകരിക്കണം. അതുപോലെ തന്നെ 2ാം സ്ഥാനമാണെങ്കിൽ 90 മാർക്കും, 3ാം സ്ഥാനമാണെങ്കിൽ 80 മാർക്കും, പാർട്ടിസിപ്പേഷൻ മാത്രമാണെങ്കിൽ 75 മാർക്കും നമുക്ക് കിട്ടും. ഓക്കെ, അന്തർദേശീയ തലത്തിലാണ്, ഇൻ്റർനാഷണൽ ലെവലിലാണ്. ഇനി നമുക്ക് ദേശീയ തലത്തിലാണെങ്കിലോ, ദേശീയ തലത്തിൽ നാഷണൽ ലെവൽ കോമ്പറ്റീഷനിൽ 1ാം സ്ഥാനം നേടിയിട്ടുണ്ടെങ്കിൽ 50 മാർക്ക്, 2ാം സ്ഥാനമാണെങ്കിൽ 45 മാർക്ക്, 3ാം സ്ഥാനമാണെങ്കിൽ 40 മാർക്കും കിട്ടും. ജസ്റ്റ് പാർട്ടിസിപ്പേഷൻ പോലും 35 മാർക്കിന് അർഹതയുണ്ടാവും. ഓക്കെ, യെസ്. പിന്നെ ഇതിന് ഈ പോയിന്റുകൾ കിട്ടുന്ന ചില വ്യവസ്ഥകൾ കൂടി ആ ഒരു സർക്കുലറിൽ, ഗവൺമെൻറ് പുറത്തിറക്കിയുള്ള സർക്കുലറിൽ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം, ഓരോന്ന് നോക്കാം. ഒന്ന്, 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ സംസ്ഥാനതല സ്കൂൾ കലോത്സവത്തിലോ ശാസ്ത്രോത്സവത്തിലോ പങ്കെടുത്ത് ലഭിക്കുന്ന ഉയർന്ന ഗ്രേഡ് ഗ്രേസ് മാർക്കിന് പരിഗണിക്കണമെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കണമെന്നില്ല. ഓക്കെ, എന്താ പറഞ്ഞത്? 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഗ്രേസ് മാർക്കിന് അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് കലോത്സവത്തിലോ ശാസ്ത്രോത്സവത്തിൻ്റെ കേസാണ് പറയുന്നത്. ഉയർന്ന ഗ്രേഡ് ഗ്രേസ് മാർക്കിന് പരിഗണിക്കണമെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നില്ല, സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധമില്ല. പകരം റവന്യൂ ജില്ലാ മത്സരത്തിൽ അതേ ഇനത്തിൽ എ ഗ്രേഡ് ലഭിച്ചാൽ മതിയാവുന്നതാണ്. ഓക്കെ, ജില്ലാ ഇനത്തിൽ എ ഗ്രേഡ് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, അപേക്ഷിക്കാം എന്നാണ് പറയുന്നത്. അടുത്തത്, 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ സ്പോർട്സിന് ലഭിച്ച സംസ്ഥാന
സംസ്ഥാന മെറിറ്റ്, ദേശീയ മെറിറ്റ് പാർട്ടിസിപ്പേഷൻ, അന്തർദേശീയ മെറിറ്റ് പാർട്ടിസിപ്പേഷൻ എന്നീ സർട്ടിഫിക്കറ്റുകൾക്ക് 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതിന് താഴെ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതാണ്. സ്പോർട്സിൻ്റെ കാര്യത്തിൽ രണ്ട് കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് 2 കണ്ടീഷൻസ്? 8ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് വെച്ചാണ് ഗ്രേസ് മാർക്കിന് അപേക്ഷിക്കുന്നതെങ്കിൽ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ കുറഞ്ഞത് ജില്ലാ മത്സരങ്ങളിൽ ഏതെങ്കിലും പങ്കെടുത്ത സർട്ടിഫിക്കറ്റ്, അംഗീകൃത സർട്ടിഫിക്കറ്റ് അതോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. ഓക്കെ, അതായത് 8ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് ഗ്രേസ് മാർക്കിന് അപേക്ഷിക്കുന്നതിൽ കുറഞ്ഞത് 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ എന്ത് ചെയ്യണം, നമ്മുടെ ജില്ലാ മത്സരങ്ങളിൽ ഏതെങ്കിലും പങ്കെടുത്ത സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, ഹാജരാക്കേണ്ടതാണ്. 9ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് വെച്ചാണ് ഗ്രേസ് മാർക്കിനായി അപേക്ഷിക്കുന്നതെങ്കിൽ 10ാം ക്ലാസ്സിൽ കുറഞ്ഞത് ജില്ലാ മത്സരങ്ങളിലെങ്കിലും പങ്കെടുത്ത സർട്ടിഫിക്കറ്റ് അതോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. ഓക്കെ, ഇങ്ങനെ വ്യവസ്ഥകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ വായിച്ചിട്ടുള്ളവർക്ക് മാത്രമല്ല, കൂടുതൽ എന്താ പറയുക, ആളുകൾക്കും കൂടുതൽ കുട്ടികൾക്കും ഗ്രേസ് മാർക്കിന് അർഹതയുണ്ട്. അതിൻ്റെ സർക്കുലർ ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, യെസ്, ആ സർക്കുലർ ഇവിടെ ഉണ്ട്. ഇത് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. യെസ്, ആർക്കൊക്കെയാണെന്ന് ഒരുപാട് ഇപ്പോൾ നമ്മൾ വായിച്ചതാണ്. കേരള സ്കൂൾ കലോത്സവം, കേരള സ്കൂൾ ശാസ്ത്രോത്സവം, സംസ്ഥാനതല ശാസ്ത്ര സെമിനാർ, സംസ്ഥാനതല CV രാമൻ ഉപന്യാസ മത്സരം, സംസ്ഥാനതല ശ്രീനിവാസ രാമാനുജൻ മെമ്മോറിയൽ പേപ്പർ പ്രസൻറ്റേഷൻ, പിന്നെ സംസ്ഥാനതല വാർത്താ വായനാ മത്സരം, ഭാസ്കരാചാര്യ സെമിനാർ, ടാലൻറ്റ് സെർച്ച് ശാസ്ത്രം, അതുപോലെ ടാലൻറ്റ് സെർച്ച് ഗണിതശാസ്ത്രം, സാമൂഹ്യ ശാസ്ത്രം ടാലൻറ്റ് സെർച്ചിൻ്റെ, അതുപോലെ തന്നെ നെക്സ്റ്റ് പോരട്ടെ, ബാലശാസ്ത്ര കോൺഗ്രസ്, ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസ് പങ്കെടുത്തവർക്ക്, അതുപോലെ തന്നെ നെക്സ്റ്റ് പോരട്ടെ, യെസ് NSS ഒക്കെ ആയി. പിന്നെ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി ക്വിസ് കോമ്പറ്റീഷൻ, അതുപോലെ സർഗോത്സവം, സദേൺ ഇന്ത്യ സയൻസ് ഫെയർ, പിന്നെ സ്പോർട്സ് നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെ പൊതുവിദ്യാഭ്യാസവും സംഘടിപ്പിക്കുന്ന കായിക മത്സരങ്ങൾക്ക് നൽകുന്ന ഗ്രേസ് മാർക്ക്, അതിൽ 8ാം സ്ഥാനം വരെ കിട്ടുന്നവർക്ക് 2 മാർക്കൊക്കെ ഗ്രേസ് മാർക്ക് ഉണ്ട്. കൂടുതൽ ഇതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു PDF ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു സർക്കുലർ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുക, വായിച്ചു നോക്കുക. പിന്നെ എല്ലാവർക്കും എന്ത് ചെയ്യുക, അർഹമായ മാർക്ക് തന്നെ കിട്ടട്ടെ അല്ലേ. ഗ്രേസ് മാർക്ക് ആർക്ക് എത്ര എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇപ്പോൾ നിങ്ങൾക്ക് മാറിയിട്ടുണ്ടാവും. വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നമ്മുടെ SSLC അതുപോലെ +1 +2 റിസൾട്ടുകൾ വെയിറ്റ് ചെയ്യുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ഷമീം സാർ വീഡിയോകൾ തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. SSLC കഴിഞ്ഞിട്ടുള്ള മക്കളെല്ലാവരും +1 ചാനലിലേക്കും, +1 കഴിഞ്ഞിട്ടുള്ള മക്കളെല്ലാവരും +2 ചാനലിലേക്കും വരിക. അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഇൻഫോർമേഷൻസും ഒരുപാട് ക്ലാസ്സുകളും വെയിറ്റിംഗ് ആണ്. എക്സാമിനർ ഫാമിലി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഏത് വർഷമാണ്, ഏത് ക്ലാസ്സാണോ നിങ്ങൾ കഴിഞ്ഞെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള SSLC കഴിഞ്ഞ മക്കളാണെങ്കിൽ +1 ബാച്ച് അവൈലബിൾ ആണ്. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താഴെക്കാട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. സയൻസ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നീട് +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പല മേഖലകളിലേക്കും തിരിയാൻ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ചോയ്സസ് അല്ലെങ്കിൽ ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ള സയൻസിലാണ്. ധൈര്യമായിട്ട് സയൻസ് എടുക്കാം. ഇനി അതല്ലെങ്കിൽ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും പോലെയുള്ള പോളിടെക്നിക്, ITI അങ്ങനെ നിരവധി കോഴ്സുകൾ പിന്നെയും വരുന്നുണ്ട്. നിങ്ങൾ വെറും സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് മാത്രമല്ല നമുക്ക് മുൻപിലുള്ള വാതിലുകൾ എന്ന് പറയുന്നത്, അതല്ലാതെ ഒരുപാട് ഒട്ടനവധി വാതിലുകളുണ്ട്. എന്തെല്ലാമാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന കോഴ്സുകൾ, അതിനെക്കുറിച്ചും ഷമീം സാർ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഇവിടെ ഉണ്ടാവണം. നമുക്ക് ഒരുപാട് വീഡിയോസ് ഇതുപോലെ വരാനുണ്ട്. അപ്പോൾ വീണ്ടും കാണുന്നവരെ മക്കളെ, ടാറ്റ, ബൈ ബൈ.